ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പം ഇന്ന് ദാണ്ടെ ഞാൻ രാവിലത്തെ വീഡിയോ ആണ്. അതാണ് ഒരു 5:45 കഴിഞ്ഞതിന് ശേഷം 6 മണിക്ക് മുമ്പായിട്ട്. അപ്പോൾ ഞാൻ എണീച്ച് വന്നു. കിഴങ്ങ്. അപ്പം മോൾക്ക് സ്കൂളിൽ പോകണം. മോൾക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് സ്കൂളിൽ. അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണ് കിഴങ്ങ് ഫ്രൈ, അതായത് പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ ചോറിൻ്റെ കൂടെ പൊട്ടറ്റോ ഫ്രൈ വെച്ച് കൊടുക്കാമെന്ന് കരുതി. തലേന്നത്തെ കുറച്ച് അപ്പം, ദോശയുമല്ല അപ്പം, അങ്ങനെ കുറച്ച് അപ്പമൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് അതങ്ങനെ ഓടിക്കാം. പിന്നെ കുറച്ച് പുട്ടും കൂടെ പുഴുങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ചിരട്ടപ്പുട്ടാണ് പുഴുങ്ങിയത്. അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. പിന്നെ കറിയാണെങ്കിൽ വൻപയർ മെഴുക്ക് പുരട്ടിയാണ്, അല്ലെങ്കിൽ വൻപയർ താളിച്ചത്, കടുക് താളിച്ചത് അങ്ങനെയൊക്കെ പറയും. അപ്പം ഉപ്പേരി, വൻപയർ ഉപ്പേരി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 3 കിഴങ്ങോളം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഉച്ചക്കലത്തേക്കും വൈകുന്നേരത്തേക്കൊക്കെ ഇരിക്കുന്നെങ്കിൽ ഇരുന്നിട്ട് ആരെങ്കിലുമൊക്കെ കഴിച്ചോട്ടെന്ന് കരുതി. അപ്പോൾ ഇച്ചിരി കൂടുതൽ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ചെറിയൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്തല്ല ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ ഞാൻ ഓയിൽ ഇച്ചിരി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കിഴങ്ങ് അരിഞ്ഞ് വെച്ചതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇത്ര ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്. വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ജസ്റ്റ് മുളക് പൊടി മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനിത് ഇത്രയൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കത്തില്ല, ജസ്റ്റ് അങ്ങോട്ടിട്ട് ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ വേവിച്ചെടുക്കുക. അപ്പം ഈ ചെറിയൊരു ഫ്രൈ പാനിനകത്തോട്ട് നമുക്ക് ഇത്രയും പൊട്ടറ്റോയും കൂടെ ഇടാനൊക്കത്തില്ല. അപ്പം ഞാനന്ന് പകുതി എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. അതിനുശേഷം നമുക്ക് അത് ഇത്രയും മാറ്റിയിട്ട് പിന്നെ ബാക്കി കൂടി ഇട്ട് കൊടുക്കാമല്ലോ. കുറച്ച് വെയിറ്റ് ചെയ്യണം, എന്നാലേ ഇതൊന്ന് റെഡി ആയിട്ട് വരത്തുള്ളൂ. കാരണം ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ മൂത്ത് ഫ്രൈ ആയിട്ട് വരണ്ടേ. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാനാണെങ്കിൽ കിഴങ്ങ് മെഴുക്കുവരട്ടിയാക്കി നമുക്ക് എടുക്കാം. പക്ഷെ അത് ഇവിടെ ഇഷ്ടമല്ല, മോൾക്ക് ഞാൻ അങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കിഴങ്ങ് മെഴുക്കുവരട്ടി കൊടുത്ത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കഴിക്കത്തില്ല, അത് വേസ്റ്റാക്കി കളയും. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ കൂടെ വലിയ താല്പര്യമില്ലെന്ന്. പക്ഷേ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ വലിയ കാര്യമാണ്. ഇരുന്ന് വെറുതെ ആണെങ്കിലും എടുത്തിട്ട് കഴിച്ചോളൂ. പക്ഷേ ഇതൊക്കെ ഓയിലി ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പിള്ളേർ ഇഷ്ടമുള്ളതല്ലേ അവർ കഴിക്കണം. അതിന് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മൾ കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി കൊടുത്തെന്നും പറഞ്ഞ് പിള്ളേരത് ചോറിൻ്റെ കഴിക്കണമെന്നില്ല, അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിലാണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അവർ ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇച്ചിരി ഇന്ന് പച്ചക്കറി വന്നപ്പോൾ കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് പുഴുങ്ങാൻ, അതായത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് അത് ജ്യൂസ് അടിക്കുമ്പോൾ നല്ല കുറുകുറാന്നും പറഞ്ഞ് കിട്ടും. കുറച്ചും കൂടെയൊക്കെ വെള്ളം ലൂസാക്കി നമുക്ക് എടുക്കുകയും ചെയ്യാം, ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പൊട്ടറ്റോ ഫ്രൈ ഒക്കെ കൂട്ടി ചോറ് ലഞ്ച് ബോക്സ് തയ്യാറാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ച് മോളെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇതിപ്പോൾ ഉച്ചയ്ക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്യാരറ്റ് പുഴുങ്ങുന്നതും ഇതിപ്പോൾ മീൻകറി വെക്കാൻ വേണ്ടിയാണ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് താളിച്ചിട്ട് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തിപ്പൊടിച്ച് അരിഞ്ഞ് അതും ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് സവാളയല്ല, കൊച്ചുള്ളി, ഒരു 5-6 കൊച്ചുള്ളി ഉണ്ട്, അത് ചെറിയ പീസാക്കി അരിഞ്ഞതും 2 തക്കാളിയും കഷ്ണിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. അത് ഒരിച്ചു നേരം മൂടി വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഫ്രൈ ആയിട്ടല്ല, ഒന്ന് വഴണ്ട് വരണം. ഫ്രൈ വേറെ, വഴണ്ട് വരുന്നത് വേറെ, രണ്ടല്ലേ. അപ്പം നമുക്ക് ഫ്രൈ ആകണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാരറ്റ് നോക്കുന്നുണ്ട്, കാരണം ഇത് പെട്ടെന്ന് വെന്തിട്ട് ചിലപ്പോൾ തിളച്ച് തൂകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മീൻ കറിക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി ഇത്യാദി ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കുറച്ച് ഓയിലും കൂടെ ചേർത്ത് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഉപ്പ് ഇട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിന് മീൻ ഇട്ട് കൊടുക്കാം. അപ്പം മീൻ വെട്ടുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നല്ല മീൻ വെട്ടുന്നത്, ഇന്നലെ തന്നെ മീൻ വാങ്ങിച്ചപ്പോൾ തന്നെ എൻ്റെ ജോലി ഒതുക്കിയിട്ട് ഞാൻ മീനും കൂടെ വെട്ടി ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ്
സെപ്പറേറ്റ് ആക്കിയെന്ന് വെച്ചാൽ എന്താ, പൊരിക്കാനുള്ള മീൻ കഷ്ണം വേറെ, കറി വെക്കാനുള്ള മീൻ കഷ്ണം വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി സെപ്പറേറ്റ് ആക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നു. അപ്പോൾ മീൻ കറി വെക്കാനുള്ള മീൻ കഷ്ണം എന്ന് പറയുന്നത് നമ്മളിപ്പം ആ നല്ലൊരു വലിയ ചൂരയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ അതായത് തൊലിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് അത് എന്താണ് അതിൻ്റെ അപ്പുറം ഫ്രണ്ടിലും ബാക്കിലുള്ള മാംസം ചെത്തിയെടുത്തിട്ട് നടുക്കത്തെ ആ മുള്ളും കഷ്ണം ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് മാംസം കാണുമല്ലോ, അതാണ് ഞാൻ വെട്ടി ചെറിയ പീസാക്കി എടുത്ത് അതിനകത്ത് മാംസം ഉണ്ടായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ച് എന്താണ് മീൻ കറിക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ ഫ്രണ്ടിലെയും ബാക്കിലെയും മീൻ കഷ്ണം അത് വൃത്തിയാക്കി അത് പൊരിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മാംസം പോലെ കിട്ടും. അപ്പം മോക്കുമൊക്കെ മാംസ കഷ്ണമൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് പൊരിക്കാൻ മാറ്റി വെച്ചു. അപ്പോൾ ഈ പറഞ്ഞ നടുഭാഗമാണ് ഈ മുള്ളു ചേർന്ന കഷ്ണം ഉണ്ടല്ലോ, അതാണ് ഞാൻ താൻ്റെ മുളക് കറി വെക്കുന്നത്. കാര്യം ഇതിപ്പോൾ മുളക് കറി വെച്ചെങ്കിലും ഇന്നിപ്പോൾ ആരും അത് കൂട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ പിള്ളേർ വേറെ എന്തൊക്കെ അലുക്കുളിത്തൊക്കെ കഴിച്ച് ബേക്കറിയൊക്കെ കഴിച്ച് വയറ് നിറച്ചത് കൊണ്ട് ചോറും മീൻകറിയും ഒന്നും തൊട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളത്തേക്ക്, അതായത് ഓക്കെ, നാളത്തേക്ക് നമുക്കിനിയിപ്പം മീൻകറിയൊന്നും ഇപ്പം പിന്നെ മീൻകറി ഉള്ളിടത്ത് ഇനി മീൻകറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മീനൊന്നും കൂട്ടാത്തതുകൊണ്ട് ഞാൻ കൊച്ചു മീനൊക്കെയാണ്, ഈ മത്തിയൊക്കെയാണ് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഉണ്ടാക്കേണ്ടി വരും. എന്നാലും ഓൾറെഡി നമുക്ക് മീൻകറി ഉണ്ട്. അപ്പോൾ വലിയൊരു ജോലി നമുക്ക് നാളത്തേക്ക് ഫ്രീ ആയി. അപ്പോൾ ദാണ്ടെ ഞാൻ മീനെല്ലാം ഇട്ട് കൊടുത്ത് കുറേയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിളച്ചാൽ പോരാ, കുറച്ചും കൂടെ ഒന്ന് ചാറ് വറ്റി വരണം. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ മൂടി വെച്ച് ഞാൻ തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉച്ചക്കലത്തെ ജോലി കഴിഞ്ഞു. അപ്പോൾ ദാണ്ടെ ചോറും എനിക്ക് മത്തിക്കറിയാണ്, തലേന്നത്തെ മത്തി തേങ്ങ അരച്ചത് വറ്റിച്ചെടുത്തതാണ്, അതും സലാഡും പിന്നെ നമ്മുടെ കിഴങ്ങ് ഫ്രൈയും ഒക്കെ ആയിട്ട്, പിന്നെ രാവിലത്തെ വൻപയർ മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് ഞാൻ ചോറ് കഴിച്ചു. അങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ചായ കൂടി, അപ്പം അതിന് ബജി ഐറ്റംസും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. വാങ്ങിക്കുന്നേരം അതിവിടെ കൊണ്ടുവരും, ഒരു ഇത്ത അവിടെ കൊണ്ടുവരും, വിൽക്കാൻ കൊണ്ടുവരും. ആ ഇത്താടയിൽ നമ്മൾ വാങ്ങിക്കുന്നതാണ് ഏത്തയ്ക്കാപ്പവും ബജിയെല്ലാം, തുളവടയെന്ന് പറയത്തില്ലേ, അതും ഉണ്ണിയപ്പം, ഇതൊക്കെയായിരുന്നു വാങ്ങിച്ചത്. അപ്പം അതൊന്നും ഞാൻ വലുതായിട്ടൊന്നും കഴിച്ചില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇച്ചിരി ടേസ്റ്റ് നോക്കിയെന്നല്ലാതെ ഞാൻ വലുതായിട്ട് കഴിച്ചില്ല. അങ്ങനെ ചായ എല്ലാം കൂടി കഴിഞ്ഞിട്ട് പിന്നെ അത്താഴം, പിന്നെ ഇവിടെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും പലഹാരത്തിൻ്റെയോടാണ് ഇഷ്ടം, ചോറ് വലിയ താല്പര്യമില്ല. പിന്നെ ഉമ്മ കുറച്ച് ചോറൊക്കെ തിന്നും, വാപ്പായ്ക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പം പിന്നെ അതാണ്ട് ഇവിടുത്തെ വാപ്പായ്ക്ക് വേണ്ടി ഞാൻ ഉപ്പുമാവ്, അപ്പം വാപ്പാടുത്ത് ചോദിച്ചവൻ പറഞ്ഞു ഉപ്പുമാവ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ദാണ്ടെ ക്യാരറ്റൊക്കെ ഇട്ട്, സവാള ഇഞ്ചി മാത്രം ഇട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. പക്ഷേ എന്നാലും ക്യാരറ്റും കൂടെ ഉള്ളത് കൊണ്ട് അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റും അതിൻ്റെയും കൂടെ ഒരു ഗുണവും കൂടെ കിട്ടട്ടെന്ന് കരുതി ക്യാരറ്റ് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞ് അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ആ സമയം കൊണ്ട് ദാണ്ടെ നെല്ലിക്ക, വലിയ മുട്ട നെല്ലിക്ക, ഇന്ന് പച്ചക്കറി വാങ്ങിച്ചപ്പോൾ കിട്ടിയതാട്ടോ മുട്ട നെല്ലിക്ക. അപ്പോൾ അതെന്നാൽ ഉപ്പിലിടാമെന്ന് കരുതി. ഉപ്പിലിടാം എന്ന് പറഞ്ഞാൽ ഉപ്പ് വാരിക്കോരി ഇട്ടിട്ടുള്ള ഉപ്പിലിടേച്ചല്ല, ഞാൻ കുറച്ച് ഉപ്പേ ഇടത്തുള്ളൂ. അപ്പം അതിന് ഞാൻ അരിയുമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ ഒരുപാട് വേവൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പൊടി ഇട്ട ആ ഒരു കളറ് പോലെ നമുക്ക് ആ ക്യാരറ്റ് വേവിച്ചപ്പോൾ കിട്ടി. കണ്ടില്ലേ, കണ്ടാൽ തോന്നും നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാണ്, പക്ഷേ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം അത് നന്നായിട്ട് പിന്നെ എല്ലാം വെന്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത്, കാരണം ഉപ്പുമാവിനെന്ന് പറയുമ്പം ഞാനിപ്പോൾ 1/2 ഗ്ലാസ് റവയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം മതി. അതും അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് ഇച്ചിരി പച്ചമുളക് ഇട്ടുള്ളൂ. ഇവിടുത്തെ വാപ്പായ്ക്ക് പച്ചമുളകിൻ്റെ എരിവ്, എന്തിൻ്റെ ആണെങ്കിലും എരിവ് വേണ്ട, മുളക് പൊടിയുടെ ആണെങ്കിൽ പോലും എരിവ് വേണ്ട. അപ്പം അങ്ങനെ ഞാനവിടെ ഉപ്പുമാവ് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ മൂടി വെക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ അടിപൊളി ഉപ്പുമാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതൊന്നും വെജിറ്റബിൾസൊന്നും കൂടുതലായിട്ട് എടുത്തില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഐറ്റമായിരുന്നു. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നെല്ലിക്ക ഉപ്പിലിടാൻ പോവാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഇടയ്ക്ക് നെല്ലിക്ക എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ട നെല്ലിക്ക ആയതുകൊണ്ട് ചെറിയ ചെറിയ 3-4 പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അത് ഞാൻ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ചരുവ് എടുത്തിട്ട് അതിനകത്തോട്ട് കടുക് താളിച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി, എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഉപ്പും ഇട്ട് എല്ലാം തിളപ്പിക്കുക, നല്ലോണം വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കൂടുതൽ പച്ചമുളക് ഇടുന്നുണ്ട്. നല്ല ഈ ഉണ്ട പച്ചമുളക് ഉണ്ടല്ലോ, നല്ല എരിവാണ് ആ പച്ചമുളകിന്. അതങ്ങോട്ട് ഒരു 5-6 എടുത്ത് കഷ്ണിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക.
അത് തിളച്ച് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. അത് അഴുകി, അതായത് ഉപ്പിലിട്ടതിനകത്തോട്ട് കിടന്നങ്ങ് അഴുകി ആ ടേസ്റ്റ് അങ്ങ് പിടിച്ചോളൂ എരിവിൻ്റെ. അപ്പോൾ ഇത് തിളപ്പിച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ നെല്ലിക്കായും ഇട്ട് കൊടുക്കുക. നെല്ലിക്ക വേവിക്കരുത് ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്കായും അങ്ങ് ഇട്ട് കൊടുക്കുക, മൂടി വെക്കുക. ഉപ്പും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം ബോട്ടിലിനകത്തോട്ട് ആക്കിയെടുക്കാം. ഒരു ബോട്ടിൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നാളെ നമ്മൾ ഈ ഉപ്പിലിട്ടത് കുപ്പിക്കകത്തോട്ട് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.